യെസ്, എന്തായാലും ജീവൻ പൊലിഞ്ഞതിന് ശേഷമാണെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടപടികളൊക്കെ തുടരുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നതും. ഈ ഷോക്കേറ്റ് മരണങ്ങളുടെ ഒരു കണക്ക് മീഡിയ വൺ പരിശോധിക്കുകയുണ്ടായി. കഴിഞ്ഞ 15 വർഷത്തിനിടെ കേരളത്തിൽ വൈദ്യുത അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് 3679 പേർക്കാണ്. 2480 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 241 പേരാണ് വൈദ്യുത അപകടങ്ങളിൽ മരിച്ചത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റേതാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ. ഓരോ വർഷവും 200-ന് മുകളിലാണ് സംസ്ഥാനത്ത് വൈദ്യുതി അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം. 2020 മുതൽ ഈ വർഷം മാർച്ച് 31 വരെയുള്ള കണക്കുകൾ മാത്രം നോക്കിയാൽ ഇത് വ്യക്തമാണ്. 2020-21 242 പേർ മരിച്ചെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 241 പേരുടെ ജീവൻ വൈദ്യുതി അപഹരിച്ചു. അല്പം കുറവ് 2023-24 മാത്രം 205 പേർ ആ വർഷം വൈദ്യുതി ആഘാതമേറ്റ് മരണത്തിന് കീഴടങ്ങി. ഈ ഒരു വർഷത്തിനിടയിൽ മരിച്ച പൊതുജനങ്ങൾ 222 പേരാണ്. അനധികൃത വൈദ്യുതി വേലികൾ, ഗാർഹിക ഉപകരണങ്ങൾ, ലൈനിന് സമീപം ഇരുമ്പ് തോട്ടി ഉപയോഗിക്കുന്നതെല്ലാം അപകടത്തിന് കാരണമായിട്ടുണ്ട്. ജോലിക്കിടയിൽ കഴിഞ്ഞ ഒരു വർഷം മാത്രം മരിച്ച KSEB ജീവനക്കാർ 9 പേരാണ്. കോൺട്രാക്ട് സ്റ്റാഫ് 10 പേർ. കൊല്ലത്തെ 8ാം ക്ലാസ്സുകാരൻ മിഥുന്റെ മരണത്തിന് പിന്നാലെ സംസ്ഥാനത്തെ വൈദ്യുതി ലൈനുകളുടെ സുരക്ഷാ പരിശോധന കർശനമാക്കാൻ വൈദ്യുതി മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മിഥുന്റെ ചിതയുടെ ചൂടാറുമ്പോൾ ഈ പരിശോധനകൾ നിലച്ചു പോകരുത്. കാരണം ഇനി സിസ്റ്റത്തിന്റെ പരാജയം കാരണം ഒരു കുഞ്ഞുമകന്റെയും ജീവൻ നഷ്ടമാവരുത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ ബിജു മടൂരിനൊപ്പം RB സനൂപ്, മീഡിയ 1.